ഹായ് ഫ്രണ്ട്സ്, ഫിഷ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഗൗരാമി ഫിഷിൻ്റെ ബ്രീഡിംഗ് ആണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി നമുക്കൊരു ടാങ്കാണ് ആവശ്യം. ഞാൻ എടുത്തിരിക്കുന്ന ഈ ബക്കറ്റാണ്. ഇതിൽ തന്നെ ഞാൻ ഫിഷിനെയും ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന മെയിലാണിത്. മെയിലൊക്കെ കണ്ട നല്ല ആക്റ്റീവായ മെയിലാണ്. ഇതാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഫീമെയിൽ. വയറൊക്കെ കണ്ടില്ല, നല്ല പ്രസവിക്കാറായ ഫീമെയിലാണ്. ഇനി നമുക്കിതിൻ്റെ ബ്രീഡിങ്ങിനായി കുറച്ച് സാധനങ്ങൾ കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ആണ് ഇപ്പോൾ നമ്മൾ വീഡിയോ കാണാൻ പോകുന്നത്. ആദ്യമായി നമുക്ക് ആവശ്യമുള്ളത് ഇങ്ങനെയൊരു പ്ലാസ്റ്റിക് ഷീറ്റാണ്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് ഗൗരാമിയുടെ ബബിൾ നെസ്റ്റ് ഉണ്ടാക്കുന്നത് അത് പൊട്ടിപ്പോയിരിക്കാൻ വേണ്ടിയാണ്. അടുത്തതായി നമുക്കൊരു പ്ലാന്റാണ് ആവശ്യം. ഈ പ്ലാന്റ് എന്തിനെന്ന് ചോദിച്ചാൽ മെയിൽ ഫിഷ് അറ്റാക്ക് ചെയ്യുകയാണ്, ഫീമെയിൽ ഹൈഡ് ചെയ്തിരിക്കാൻ വേണ്ടിയാണ്. അടുത്തതായി നമ്മളിതെല്ലാം നമ്മുടെ ടാങ്കിലേക്ക് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. പ്ലാന്റാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അത് ഇങ്ങനെ ഇടണമെന്നൊന്നുമില്ല, എവിടെ വേണമെങ്കിലും നമുക്ക് ഇഷ്ടാനുസരണം ഇടാവുന്നതാണ്. ഇനി നമ്മുടെ പ്ലാസ്റ്റിക് ഷീറ്റാണ് നമ്മൾ ഇടാൻ പോകുന്നത്. ഇത് നമ്മൾ സൈഡിൽ ഇങ്ങനെ പശ വെച്ച് ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യേണ്ടത്. നല്ലപോലെ ഒട്ടിച്ച് വെക്കണം, ഇല്ലെങ്കിൽ ഇളകി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ ഗൗരാമി ഫിഷസിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. പിന്നെ ഇതിനൊരു ഷെയ്ഡിങ് വെക്കുന്നത് നല്ലതാണ്, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് 1-2-3 ദിവസത്തിനുള്ളിൽ തന്നെ ബ്രീഡ് ആവുന്നതാണ്. ആവുമ്പോൾ ചുരുങ്ങിയത് 500 കുഞ്ഞുങ്ങളെങ്കിലും കിട്ടുന്നതാണ്. പിന്നെ പറയാനുള്ളത് മെയിൽ ആൻഡ് ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷൻ ആണ്. മെയിൽ നല്ല സ്ലിം ആയിരിക്കും, എന്നാൽ ഫീമെയിൽ നല്ല വയറൊക്കെ വീർത്ത് പ്രസവിക്കാറാകുന്നത് പോലെയാണ്. പിന്നെ മുട്ടയിട്ട് കഴിഞ്ഞാൽ അത് 3 ദിവസം കൊണ്ട് വിരിയും. പിന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ, അതായത് പേരൻസിനെ നമുക്ക് ആവശ്യമില്ല, അതിനെടുത്ത് മാറ്റിയിടണം, ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ തിന്നാൻ ചാൻസ് ഉണ്ട്. വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് ഇൻഫോസോരിയ, മൈക്രോവ മുതലായ തീറ്റി നമുക്ക് കൊടുക്കാം. നല്ല ഇമ്മ്യൂണിറ്റി പവറുള്ള മത്സ്യമായതുകൊണ്ട് പെട്ടെന്ന് ചത്തൊന്നും പോവില്ല. അപ്പോൾ ബ്രീഡ് ആയതിനു ശേഷം ഞാൻ ഉടൻ തന്നെ പുതിയൊരു വീഡിയോയുമായി എത്തുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നോട്ടിഫിക്കേഷൻ കൂടി ഓൺ ചെയ്യുക. അപ്പോൾ ഞാനിടാൻ പോകുന്ന ഇനിയത്തെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. താങ്ക് യു.